ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ എണീറ്റപാടെ തന്നെ ജനലൊക്കെ തുറന്ന് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നൊരു 3 മണിയൊക്കെ ആകുമ്പോൾ ഇക്കാക്ക് ജോലിക്ക് പോയാൽ മതി. അപ്പോൾ രാവിലെ ഓഫാണ് കേട്ടോ. അതുപോലെ പതിവ് പോലെ ഇന്ന് രാവിലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നു കേട്ടോ. തലേ ദിവസം തന്നെ നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു അടുത്തുള്ള കടയിൽ നിന്ന് നല്ല ചൂട് നെയ് റോസ്റ്റ് മേടിക്കാമെന്ന്. അപ്പോൾ ഒരുപാട് നാളായിട്ട് നെയ് റോസ്റ്റൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ നെയ് റോസ്റ്റും കൂടെ ഉഴുന്നുവടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ വാവ നല്ല ഉറക്കമായിരുന്നു. നമ്മൾ ഫുഡ് എടുത്ത് വെച്ചതും ആളുണർന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. വാവയ്ക്ക് അത്ര ഇഷ്ടമൊന്നും അല്ല കേട്ടോ ദോശ, പിന്നെ ഉഴുന്നുവടയൊക്കെ കുറച്ചൊക്കെ ഇഷ്ടമാണ്. അതുപോലെ ഇത് നമ്മൾ മേടിച്ചത് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു മലയാളികളൊക്കെ നടത്തുന്ന ഒരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ. സംഭവം കൊണ്ടുവന്നപ്പോൾ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഉഴുന്നോടെയൊക്കെ നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സാമ്പാറും അതുപോലെ തന്നെ വെള്ള കളറിലെ ചമ്മന്തി ഉണ്ടായിരുന്നു. 2 നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സാമ്പാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ സാമ്പാറിന് ക്വാണ്ടിറ്റി കുറച്ച് കുറവായിപ്പോയി. എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ ഞാൻ ഇടയ്ക്കൊക്കെ സാമ്പാർ ഉണ്ടാക്കും. ചില സമയം നല്ലതായിരിക്കും, എന്നാൽ ചില സമയം ഫ്ലോപ്പ് ആകാറുണ്ട് കേട്ടോ. അതുമാത്രമല്ല ഇവിടെ സാമ്പാർ എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കാറുമില്ല. അങ്ങനെ സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിട്ട് ദോശയും അതുപോലെ ഉഴുന്നോടെയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. വാവ കുറച്ചേ കഴിച്ചുള്ളൂ. ആൾ കുറച്ചൊക്കെ ഉഴുന്നോടെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആൾക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അവിടെ നമുക്ക് കടിഞ്ചായ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള പണിക്ക് ഇറങ്ങി. അപ്പോൾ ലൈറ്റായിട്ട് കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ മീനും അതുപോലെ തന്നെ ഈ മീൻ മുട്ടയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ ഈ മീൻ മുട്ടയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇത് ഒരു മീനിൻ്റെ അല്ല, പല മീനിൻ്റെ മിക്സ് ആക്കി വെച്ചിരുന്നതാണ്. അവർ നല്ല ഫ്രഷ് സാധനമായിരുന്നു കേട്ടോ. ഇതൊക്കെ കൂരിയുടെ മുട്ടയാണെന്ന് തോന്നുന്നു. പിന്നെ കൂടുതലും നമ്മളുടെ മത്തിയുടെ മുട്ടയായിരുന്നു. പിന്നെയും വേറെ 2 ടൈപ്പ് മുട്ടയും ഉണ്ടായിരുന്നു. അതെന്തിനാണെന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ അതൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ കൂടുതലും കഴിച്ചിട്ടുള്ളത് കൂരിയുടെയും മത്തീൻ്റെയും ഒക്കെയാണ് കേട്ടോ. പിന്നെ ആറ്റുമീൻ്റെ ഒക്കെ കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഈ മീൻമുട്ടയൊക്കെ മേടിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ മീൻമുട്ടയൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷനായിരുന്നു ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന്. ഈ കൂരിയുടെ മുട്ടയൊക്കെ തോരൻ വെച്ചൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം മത്തിയുടെ തന്നെ പലനീനാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു എല്ലാം കൂടി എടുത്ത് ഫ്രൈ ചെയ്യാമെന്ന്. അങ്ങനെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുളക് പൊടിക്ക് കളർ മാത്രമേ ഉള്ളൂ, എരിവ് തീരെ ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ പലനീനൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഇത് ഇക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ കുക്കായി വരാൻ വേണ്ടി നല്ല വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഇതൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് അടച്ച് വെച്ചും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കഞ്ഞിയിലേക്ക് നമ്മൾ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കോവയ്ക്കായും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അടച്ചു വെച്ച് പകുതിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മൊരിഞ്ഞും കൂടി ഒന്ന് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുത്തോട്ടെ ഇതൊക്കെ ഒന്ന് കുക്കായി വരാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ പലനീന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മളെ വീട്ടിലൊക്കെ ഇത് പല ടൈപ്പിലുണ്ടാക്കും കേട്ടോ. തോരൻ വെക്കും, അല്ലെങ്കിൽ മുളകിടും, അല്ലെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. പിന്നെ നമ്മളെ കറിവേപ്പില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അതും കൂടി ഇട്ട് കൊടുക്കാത്തത്. അതും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ലാസ്റ്റ് നമ്മളെ പലനീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ വെന്ത പാടെ തന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരുപാട് നാളായതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ.
എന്നിട്ടാ നമ്മൾ ചൂടോടുകൂടി തന്നെ ഒന്ന് കഴിച്ച് നോക്കുകയാണ്. നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ, നല്ല ഫ്രഷ് സാധനമായിരുന്നു. അതിനുശേഷം 1 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കഞ്ഞി വിളമ്പാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ പലനീൻ ഫ്രൈയും കഞ്ഞിയും ചമ്മന്തിയും അതുപോലെ തന്നെ കോവയ്ക്ക ഫ്രൈയും ആണ് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി അച്ചാറും ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴായിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ചോറിന് പകരം കഞ്ഞി ആക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ദാ ചൂട് കഞ്ഞിയും ചമ്മന്തിയും കോവയ്ക്കൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ആദ്യമൊക്കെ വിചാരിച്ചു ഈ പലനിയും മിച്ചം വരുമെന്ന്, പക്ഷെ പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ മത്സരിച്ച് കഴിച്ച് തീർത്തു കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. വാവയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, ആൾ തീരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് കിടന്നുറങ്ങി കേട്ടോ. പിന്നെ ഇക്കയ്ക്ക് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ പോകണമായിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇക്ക വന്ന ടൈമിൽ ഇതാ ഉള്ളിവടയും അതുപോലെ തന്നെ ഏത്തയ്ക്കാപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രണ്ടും നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കടും ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും അതുപോലെ തന്നെ ഏത്തയ്ക്കാപ്പം ഉള്ളിവടയൊക്കെ ആയിട്ട് വൈകുന്നേരം കഴിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ ഇവിടുത്തെ ഉള്ളിവട ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഈ ഉള്ളിയാണ് കൂടുതലും, മാവ് നല്ല കുറവാണ്, നല്ല ക്രിസ്പിയുമാണ് കേട്ടോ. പിന്നെ വാവയ്ക്ക് നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇടയ്ക്കൊക്കെ ഫ്രൂട്ട്സൊക്കെ കഴിക്കും. അപ്പോൾ മുന്തിരി കൊടുക്കാമെന്ന് വിചാരിച്ചു. മുന്തിരിയൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ് കേട്ടോ. പിന്നെ രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇക്ക വന്നത്. അങ്ങനെ ഇക്ക വന്ന ടൈമിൽ വീട്ടു സാധനമൊക്കെ കുറച്ചൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. കൂടുതലും പച്ചക്കറിയാണ് കേട്ടോ മേടിച്ചുകൊണ്ട് വന്നത്. അതുപോലെ രാത്രി നമുക്ക് പുട്ടും അതുപോലെ തന്നെ ബീഫും ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഇക്ക വന്ന ടൈമിൽ ഇതുപോലൊരു ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, സിട്രസിൻ്റെത്. ഈ ഒരു ജ്യൂസ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മേടിക്കുന്നത്. ഇതിൻ്റെ തന്നെ പല ഫ്ലേവറും ഉണ്ട്. ബാക്കി എല്ലാ ഫ്ലേവറും നല്ല അടിപൊളിയാണ്. പക്ഷേ ഇത് ഒട്ടും കൊള്ളത്തില്ല കേട്ടോ. നമ്മൾ ഏതോ മരുന്നിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്, തീരെ കൊള്ളാത്തൊരു സാധനം. പിന്നെ ഇതോടുകൂടി തന്നെ നമ്മൾ ഇന്നത്തെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ തീർന്നു കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.